നമസ്കാരം. പാകിസ്ഥാനുമായും ചൈനയുമായും മാത്രം ഭാരതം 7500 കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്നുണ്ട്. ഇതിൽ 3500 കിലോമീറ്റർ പാകിസ്ഥാനുമായും 4000 കിലോമീറ്റർ ചൈനയുമായാണ്. അതിൽ പാകിസ്ഥാനുമായുള്ള 3500 കിലോമീറ്റർ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം നിറഞ്ഞ അതിർത്തികളിലൊന്നാണ്. ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടുള്ള ഈ അതിർത്തി സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ പ്രതിരോധ ബഡ്ജറ്റിൻ്റെ ഭൂരിപക്ഷവും ചെലവഴിക്കുന്നത്. 17 കൊല്ലക്കാലം നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രി മാത്രമായിരുന്നില്ല, അദ്ദേഹം വിദേശകാര്യമന്ത്രി കൂടിയായിരുന്നു. ഈ അതിർത്തി തർക്കങ്ങളൊക്കെ പരിഹരിക്കുവാനുള്ള പല അവസരങ്ങളും നെഹ്റുവിൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ആ അവസരങ്ങളൊന്നും നെഹ്റു ഉപയോഗപ്പെടുത്തിയില്ല. അദ്ദേഹത്തിന് അതൊക്കെ അവസരങ്ങളാണെന്ന് പോലും ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവില്ല. കഴിഞ്ഞ കുറേ വീഡിയോകളിൽ അത്തരം നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് അതൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല. നെഹ്റു ഒരു വലിയ ഡിപ്ലോമാറ്റായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഹിന്ദു മുസ്ലിം മൈത്രി, ചേരിചേര നയം, പഞ്ചശീലം. പക്ഷേ ഇതുകൊണ്ടൊക്കെ രാജ്യത്തിന് എന്ത് ഗുണം കിട്ടി? അത് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ. കഴിഞ്ഞ 75 കൊല്ലമായിട്ട് പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഇത്ര നീണ്ട അതിർത്തിയുള്ള ലോകത്തിലെ ഒരേ ഒരു രാജ്യം ഭാരതമാണ്. പാകിസ്ഥാനുമായും ചൈനയുമായുള്ള അതിർത്തി തർക്കം തുടങ്ങുന്നത് നെഹ്റുവിൻ്റെ കാലത്താണ്. നെഹ്റു 17 കൊല്ലം പ്രധാനമന്ത്രിയായിരുന്നു. 17 കൊല്ലം പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിന് ഇത് പരിഹരിക്കുവാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഭാവിയിൽ പരിഹരിക്കുവാൻ അസാധ്യമാകും വിധം അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുകയും ചെയ്തു. നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കിയ മഹാത്മാഗാന്ധിക്ക് നന്ദി പറയുന്നു. അല്ലാതെ എന്ത് ചെയ്യാൻ? അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.